ഹലോ ഗൈസ്, പൂപ്പി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മുട്ട ബജിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 4 പുഴുങ്ങി കൊണ്ടുവരാം. ഇനി ഞാനൊരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഒരു ഹാഫ് പീസ് പൊട്ടാറ്റോ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് അത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണ എല്ലാം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് പൊട്ടാറ്റോ ആഡ് ചെയ്യുക, അതുപോലെ പച്ചമുളകും. ഇനി എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. എന്നിട്ട് വളരെ കുറച്ച് കുരുമുളകും കൂടെ പൊടിയിട്ടാ ആഡ് ചെയ്യുക. അങ്ങനെയൊക്കെ വഴറ്റി ഇത് വെന്ത് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇനി നമ്മളൊരു ബാറ്റർ തയ്യാറാക്കാൻ പോവുകയാണ്. അതിലേക്ക് 3/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂണ് കടലപ്പൊടിയാണ്. ഇതിലേക്ക് ഞാൻ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഇനി അപ്പക്കാരം മീൻസ് സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ചെറു ചൂടുവെള്ളം കേട്ടോ, അതിൽ നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കൈ കൊണ്ടായിട്ട് ഞാൻ മിക്സ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ തിക്നെസ്. ഇനി നമ്മൾ മുട്ട എല്ലാം പുഴുങ്ങി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞക്കര എല്ലാം മാറ്റി. എന്നിട്ട് അത് നമ്മൾ വഴറ്റി വെച്ച് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്തു. അപ്പോൾ മിക്സ് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച എഗ്ഗിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ മുഴുവനും ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ എല്ലാം മുഴുവനും ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ട് അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മുട്ട ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ മുട്ട ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ട ബജി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സിന് അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്